ഇത് എൻ്റെ അമ്മമ്മേരെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന തോടാണേ. അങ്ങനെ ഞാൻ ഇന്ന് വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലോട്ടൊന്ന് കയറി. വേറെ ഒന്നിനുമല്ല, അവിടെ ഒരു കുമ്പളച്ചെടി പടർന്ന് മേലോട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കായകളുണ്ടോയെന്ന് അറിയാനായിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ അതിനകത്ത് കായകളൊന്നുമില്ല. അപ്പം പിറകു വശത്തുള്ള വാഴയൊക്കെ ഒരുപാട് 2-3 എണ്ണം കൊലയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂമ്പൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ അതുപോലെ തന്നെ വീടിൻ്റെ മുകളിലോട്ട് മാവ് നിൽപ്പുണ്ട്. അതിനകത്ത് പൂക്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊല കേട്ടോ. നമ്മുടെ പാളയംകുളൻ്റെ കൊലയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ ആത്തച്ചക്ക നിറയെ പിടിച്ച് നിൽപ്പുണ്ടേ. നല്ല വിളഞ്ഞ് നല്ല പഴുക്കാൻ പാകമായിട്ടുള്ള ആത്തച്ചക്ക ഒരുപാട് പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ അത് നമുക്ക് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം തൊട്ടടുത്ത പുരയിടത്തിൽ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് പറിച്ചാലും അത് വീഴുന്നത് ആ പുരയിടത്തിലോട്ടാണ്. അപ്പോൾ അത് കണ്ട് നമുക്കിങ്ങനെ കൊതിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് നിൽപ്പുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല പറിക്കാനായിട്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് താഴത്തെ കൊമ്പിൽ ഒരു ആത്തച്ചക്ക പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പറിച്ചു കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് അതിനകത്ത് വവ്വാലൊന്നും കൊത്തിയിട്ടൊന്നുമില്ല. നല്ല അടിപൊളി ഒരു ആത്തച്ചക്കയായിരുന്നു. ഇത്ര ഒരു കേടും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഒരു ആത്തച്ചക്ക കിട്ടി. അപ്പോൾ ഇതുപോലെയാണ് മേലോട്ടൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല പറിക്കാൻ. അങ്ങനെ കിട്ടിയ ആത്തച്ചക്ക നമ്മൾ ആളെണ്ണം അനുസരിച്ച് വീതിച്ച് ഓരോ പീസ് കഴിച്ചു കേട്ടോ. അപ്പം എന്തൊരു ടേസ്റ്റായിരുന്നെന്ന് അറിയാമോ. അത് നമുക്ക് വളമൊന്നും ഇടണ സാധനമല്ല. പിന്നെ അതുമല്ല, നല്ല മാവ് കണക്കാണ് ഇരുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ബാക്കിയുള്ളതും കൂടെ പറിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് സീതപ്പഴത്തിൻ്റെ വേറൊരു ടൈപ്പാണേ. അപ്പോൾ സീതപ്പഴത്തിനെക്കാട്ടിലും കഴിക്കാനായിട്ട് നല്ല മാംസമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ആത്തച്ചക്ക. കാണാത്തവരൊക്കെ കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഇനിയുള്ള വീഡിയോകൾ എല്ലാവരും കാണാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.